നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന ഒരു 9 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യലി ഫ്രീ ആവാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ റുപ്പി മങ്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് റുപ്പി മങ്ക് ചാനലിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടെ ഉപകാരമായേക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പണത്തിന് പിന്നാലെ പോവേണ്ട ആവശ്യം വരാത്തൊരവസ്ഥ. അതായത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളായാലും നമ്മളുടെ മറ്റുള്ള ആവശ്യങ്ങളായാലും അതിന് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാവുന്നതിനായിട്ട് നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. പണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന ലാഭമോ അല്ലെങ്കിൽ അതിൻ്റെ മുതലോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതകാലം മറ്റൊരു ഭയാശങ്കകളും കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഫിനാൻഷ്യലി ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഫിനാൻഷ്യലി ഫ്രീ ആവാനായിട്ടാണ് നമ്മളുടെ പല ആളുകളും പെടാപ്പാട് പെടുന്നത്. പക്ഷേ അങ്ങനെ ചുമ്മാ പെടാപ്പാട് പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. വളരെ ബുദ്ധിപരമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറയാൻ താനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് എനിക്ക് ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരു 9 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവാക്കുന്നത് ബുദ്ധിപരമായിട്ട് ചിലവാക്കുക. ചിലവാക്കരുത് എന്നല്ല പറയുന്നത്, നമ്മളുടെ വരവിന് അനുസരിച്ച് ചിലവ് ചെയ്യുക. വരവിൽ നിന്നും വളരെ താഴ്ന്നിട്ടുള്ള എമൗണ്ടിലേക്ക് നമ്മളുടെ ചിലവിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പിച്ചക്കാരനെ പോലെ ജീവിക്കാനല്ല പറയുന്നത്. പകരം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴായാലും അത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള കാര്യങ്ങളാണോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഏതൊക്കെ തരത്തിൽ അതിനെ ബെനിഫിഷ്യലാക്കാം, ഗുണപരമായിട്ട് അത് ആ ഒരു ഓരോ ചിലവിനെയും നമുക്ക് എങ്ങനെ ഗുണപരമായിട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അസറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അസറ്റുകൾ എന്ന് പറയുക. അതുപോലെ തന്നെ ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ ഒക്കെ അസറ്റുകളാണ്. അതേസമയം തന്നെ നമ്മളുടെ ആളുകൾ കൂടുതലും കണ്ടിട്ടുള്ളത് എന്താണ്? ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പണം മൊത്തം ഉപയോഗിച്ച് ഒരു വീടങ്ങ് പണിയും. വീട് വലിയൊരു അസറ്റാണെന്ന് വിചാരിക്കാം. വീട് ശരിക്കും പറഞ്ഞാൽ അസറ്റല്ല എന്നുള്ളതാണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ്? വീട് നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള റവന്യൂവും ജനറേറ്റ് ചെയ്ത് തരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്യുവറായിട്ടുള്ള ഒരു അസറ്റായിട്ട് നമ്മൾ താമസിക്കുന്ന വീടിനെ കാണാനായിട്ട് സാധിക്കില്ല. വാഹനം ഒരു പ്യുവറായിട്ടുള്ള അസറ്റല്ല. അതിൻ്റെ കാരണവും നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? വീടിന് ഞാൻ എന്തോ ലോജിക്കാണോ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം, അല്ലേ? നമ്മൾ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനം. അതേസമയം തന്നെ നമ്മൾക്ക് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനായിട്ടുള്ളൊരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു റെൻ്റൽ ഇൻകം കിട്ടുന്നൊരു വീടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്സി വാഹനമുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു തരത്തിൽ അസറ്റ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ അത്തരം അസറ്റുകൾ വേണം നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട്. ലയബിലിറ്റികൾക്ക് പകരമായിട്ട് അസറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം തീർച്ചയായിട്ടുമാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റുള്ള ലക്ഷ്യങ്ങൾ കൂടെ കൃത്യമായിട്ട് സ്പെസിഫിക്കായിട്ട് നമ്മൾക്ക് മെഷറബിളായിട്ട് അച്ചീവബിളായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ടൈം ബൗണ്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യത്തിന് വേണ്ടി
ഇത്ര രൂപ അക്യുമുലേറ്റ് ചെയ്യും, അത് ഇന്ന രീതികൾ വഴി അക്യുമുലേറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 വർഷത്തിന് ശേഷം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് 1 കോടി രൂപ ഞാൻ അക്യുമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിലെ 70 ലക്ഷം രൂപ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും വഴിയും 30 ലക്ഷം രൂപ ബോണ്ടുകളും കടപ്പത്രങ്ങളും വഴിയുമാണ് ഞാൻ അക്യുമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ ഇത്ര രൂപ വെച്ച് ഓരോ മാസവും നിക്ഷേപിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് ബോണസ് കിട്ടുന്ന സമയത്ത് ഞാൻ ബോണ്ടുകളും കടപ്പത്രങ്ങളും ഒക്കെ ഇത്ര അളവിൽ ഓരോ വർഷവും വാങ്ങി വെക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, വളരെ കൃത്യമാണ് അല്ലേ? എന്ത് കാര്യത്തിനാണ്, എത്ര രൂപയാണ്, എന്നാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഓരോരുത്തർക്കും അതുപോലെ ഗോളുകൾ ഉണ്ടാവണം. ആ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാലത്തേക്കുള്ള ഗോളാവാം, ചിലപ്പോൾ ദീർഘകാലത്തേക്കുള്ള ഗോളാവാം. കുട്ടികളുടെ വിദ്യാഭ്യാസവും വീടുണ്ടാക്കലും മാത്രമല്ല, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റും മാത്രമല്ല ഗോളുകൾ. ഇടക്കാല ലക്ഷ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ഒരു വേൾഡ് ടൂർ നടത്തണം എന്നുള്ള ഒരു ഗോളാണ്. അതുപോലെ നിങ്ങൾക്കൊരു കാറ് വാങ്ങണം എന്നുള്ളത് മറ്റൊരു ഗോളാണ്. അങ്ങനെ ഏത് കാര്യത്തിനെയും ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് നിർവചിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതിനനുസരിച്ച് സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യലി ഫ്രീ ആവാനായിട്ടുള്ള 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളുകളായിരിക്കണം എന്നില്ല എല്ലാവരും, അല്ലേ? ഇപ്പോൾ ഒരു ഡോക്ടർക്ക് വീട് പണിയെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു അവഗാഹം ഉണ്ടാവണമെന്നില്ല. അതേസമയം തന്നെ ഒരു എൻജിനീയർക്ക് ഒരു ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അതുപോലെ ഒരു ഡ്രൈവർക്ക് ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഏരിയയിലായിരിക്കും എക്സ്പേർട്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യം ചെയ്യണം. ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക എന്നുള്ളത്. അറിയുന്ന ആളുകൾ ആ ഒരു കാര്യങ്ങൾ വളരെ ജെന്യുവിനിറ്റിയോടുകൂടി, വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി പറഞ്ഞു തരാനും അത് ചെയ്യാനും സഹായിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുകയും അവരുടെ സപ്പോർട്ട് മേടിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് റുപ്പി മങ്കിൻ്റെ ഈ ഒരു രീതി താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുപോലുള്ളൊരു സർവീസ് ഉണ്ട്. ആസ്ക് റുപ്പി മങ്ക് സർവീസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഡയറക്ഷൻസ് ലഭിക്കുന്നതാണ്. ഏകദേശം 3 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ സർവീസ് ഏകദേശം ഒരു 1000-ന് മേളിൽ ആളുകൾക്ക് അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യലി ഫ്രീ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോവാതെ മറ്റൊരു കാര്യം ചെയ്യാതെ ചുമ്മാ ഇരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ജീവിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന അത്രയും കാലം എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലർക്ക് കൃഷിയായിരിക്കും താല്പര്യം, ചിലർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും അവരെ വളർത്തുന്നതൊക്കെ ആയിരിക്കും താല്പര്യം, ചിലർക്ക് ചില കൺസൾട്ടൻസി കൊടുക്കുന്നതായിരിക്കും താല്പര്യം, ചിലർക്ക് മറ്റ് വിധ സപ്പോർട്ടുകൾ കൊടുക്കാൻ കഴിവുള്ള ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ആളുകളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എന്തുണ്ടാവും, ഇൻട്രസ്റ്റുകളും പാഷനും ഒക്കെ ഉണ്ടാവും. ആ പാഷൻ കണ്ടെത്തുക, അത് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അത് സ്വയം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് നമ്മൾക്ക് എങ്ങനെ ഒരു ഭാവിയിൽ നമ്മളുടെ സമയം എൻഗേജ് ചെയ്യിക്കാനും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയറാണ്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ട്
ധാരാളം സമയം വായിക്കുകയും പഠിക്കുകയും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഈ യൂട്യൂബ് വീഡിയോകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് സർവീസിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു. അതുപോലെ നിങ്ങളും ഓരോരുത്തരുടെയും പാഷനുകളും കാര്യങ്ങളും കണ്ടെത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ നന്നായിരിക്കും. അത് സമയം കളയുന്നതിന് മാത്രമല്ല, അതിൽ നിന്ന് ചെറുതെങ്കിലുമുള്ള വരുമാനം നിങ്ങൾക്ക് നേടാനും അതൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചവിട്ടുപടി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലയബിലിറ്റികൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യതകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ലോൺ ബാധ്യതകൾ ഒഴിവാക്കുക. അത് ക്രെഡിറ്റ് കാർഡ് മേലുള്ള ലോണാവാം, അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകളാവാം, വാഹന വായ്പകളാവാം, സ്വർണ്ണപ്പണയ വായ്പകളാവാം, അതുപോലെ വീടിൻ്റെ പണയമായിരിക്കാം, മറ്റെന്തെങ്കിലും ചിട്ടി പോലുള്ള കാര്യങ്ങളുടെ ബാധ്യതകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ബാധ്യതകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു പാഷൻ ഉണ്ടാക്കുക എന്നുള്ളതിനൊപ്പം തന്നെ നിങ്ങൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് പുറമെ അദ്ദേഹം അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ അതിനെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ളൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ജോലി സർക്കാർ സ്ഥാപനത്തിലാണ് എന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെയിൻറ്റിങ്ങുകൾ തയ്യാറാക്കിക്കൊണ്ട് അതിൽ നിന്നൊരു പാസീവായിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഒരു റവന്യൂ സ്ട്രീമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈല് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയും. അതായത് നമ്മൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ജീവിത രീതികൾ മാറി വരികയാണ് അല്ലേ. ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ബൈക്ക് മേടിക്കും, കുറച്ച് നാൾ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാറ് മേടിക്കും. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചാണ് അല്ലേ. അത് നമ്മളുടെ ഫിനാൻഷ്യൽ അവസ്ഥയ്ക്ക് യോജിച്ചതാണോ, അതുപോലെ നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡം പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്ന സമയം വൈകിക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാർ മേടിക്കാനുള്ള ആ ഒരു ചിന്ത ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. തൽക്കാലം ബൈക്കിൽ പോവാം, അല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള ടാക്സിയിൽ പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലി ആസ് എ യൂണിറ്റ് അതിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചാലേ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ. അതായത് പല ഫാമിലികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഭാര്യയും ഭർത്താവിലും ഒരാൾ വളരെ മിതമായിട്ട് ജീവിക്കുന്ന ആളും അതേസമയം മറ്റാൾ വളരെ ദുർവ്യയം ചെയ്യുന്ന ആളുകളുമായിരിക്കും, വളരെ സ്പെൻഡിങ് ഹാബിറ്റുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് വളരെ എളുപ്പത്തിലൊന്നും ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് ചിലവുകൾ ചുരുക്കി, അതിനനുസരിച്ച് നിക്ഷേപങ്ങൾ നടത്തി, ഫാമിലി ആസ് എ യൂണിറ്റ് ഒരു കൂട്ടമായിട്ട് തന്നെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സും അതിനുള്ള സ്റ്റെപ്പുകളും ഉണ്ടെങ്കിലേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ലക്ഷ്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് റുപ്പി ബാങ്ക് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ് നമ്പർ. ഈ കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷേ പലരും അത് ഫോളോ ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുന്നത് ഉപകാരമായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്.